വിശ്വാസങ്ങൾ എങ്ങനെ ആകർഷണ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, നല്ല വിശ്വാസികളായിട്ടുള്ള ആളുകൾ നന്നായി പ്രാർത്ഥിക്കുകയും മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുകയും ചെയ്യുന്നവരായിരിക്കും. അവരുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിനോട് പറയുക എന്ന നിലയിൽ നിരന്തരം സംസാരിക്കപ്പെടുമ്പോൾ അത് ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും അതിലൂടെ അത്തരം ലക്ഷ്യങ്ങളിലേക്ക് അവർ നടന്നെടുക്കുകയും ചെയ്യും. നമ്മുടെ പൂർവികർ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ഇത്തരം വിശ്വാസങ്ങൾ നമ്മളിലേക്ക് എഴുതി ചേർത്തിട്ടുണ്ടാവുക. വിശ്വാസികൾ ദൈവമെന്നോ മറ്റുള്ളവർ പ്രപഞ്ചമെന്നോ പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മനസ്സിനെ എത്തിക്കുക എന്നാണ് യഥാർത്ഥ ഉദ്ദേശം. ഉപബോധ മനസ്സിനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ചില വഴികളുണ്ട്. ധ്യാനം പോലെയുള്ള സംഭവങ്ങൾ അത്തരത്തിൽ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ വളരെ ഉപകാരപ്രദമാണ്. അതേപോലെ ഉള്ള സംഗതികൾ സാധിച്ചതുപോലെയും അത് സാധിച്ചാൽ എന്തൊക്കെയാണ് നാം ചെയ്യുക എന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഉപബോധ മനസ്സിൽ അത് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നത് നമ്മുടെ തർക്ക വിഷയമല്ല. നമ്മുടെ ഉപബോധ മനസ്സിനെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നാം എന്തൊക്കെ ചെയ്യുന്നു, അത് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ചില ടിപ്പുകളിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ചിന്തകളെ കുറയ്ക്കുക എന്നതും പരമാവധി സന്തോഷത്തിൻ്റെ തീരത്തുകൂടെ നടന്നു പോവുക എന്നതുമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് മെഡിറ്റേഷൻ പോലെയുള്ള സംഗതികൾ നമ്മെ സഹായിക്കുന്നു. വളരെ കൃത്യമായ ഒരു പാറ്റേണിലൂടെ നമ്മുടെ കൃത്യമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സഹായകരമായ രീതിയിൽ ഉപബോധ മനസ്സിനെ ഒരുക്കുക എന്നതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത്. ഇതാണ് ആകർഷണ നിയമം പോലെയുള്ള പുസ്തകങ്ങൾ നമ്മളോട് പറയുന്നത്. അങ്ങനെ മനസ്സിനെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കുകയും ലക്ഷ്യങ്ങളിലേക്ക് നേടിയെടുക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുക എന്നാണ് പ്രഥമമായ ലക്ഷ്യം. ഗുഡ് ബൈ.